ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കുന്നതിൽ വ്യക്തിപരമായി ഇടപെട്ടു എന്ന അവകാശവാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ആരും എനിക്ക് ഒരിക്കലും ക്രെഡിറ്റ് നൽകാത്ത ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണിത് എന്നായിരുന്നു ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഗൾഫിലേക്ക് പോകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കളോട് സംഘർഷത്തിന്റെ വക്കിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവ പ്രധാന ആണവ ശക്തികളാണ്. അവർ സംഘർഷത്തിലായിരുന്നു. അടുത്ത ഘട്ടം എന്തായിരിക്കും? എന്ന വാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആണവായുധം. അത് വളരെ മോശമായ ഒരു പദമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. സംഘർഷങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള US കയറ്റുമതിയുടെ തീരുവ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമാധാനം സ്ഥാപിക്കുവാനും താൻ വ്യാപാരം ഉപയോഗിക്കുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ DGMO തലത്തിൽ നടന്ന ചർച്ചയുടെ ഭാഗമായി നടന്നതാണ് എന്നും അതിൽ മൂന്നാമതൊരു കക്ഷിയോ രാജ്യമോ ഇടപെട്ടിട്ടില്ല എന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിൽ വലിയതും പ്രധാനപ്പെട്ടതുമായ വിജയമാണ് തന്റെ ഗൾഫ് പര്യടനം എന്ന് ട്രംപ് അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. അടുത്തിടെ നടന്ന സൗദി അറേബ്യ, ഖത്തർ, UAE സന്ദർശനങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കൂടുതൽ ആഴത്തിലുള്ള ചൈനീസ് ഇടപെടൽ തടയാൻ പ്രാദേശിക നേതാക്കളുമായുള്ള ദീർഘകാല വ്യക്തിപരമായ ബന്ധങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. അവരെ ചൈന വശീകരിക്കുകയും അവരുടെ ഇന്ധന പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൗദി അറേബ്യയിൽ നിന്ന് $600 ബില്യൺ ഖത്തറിൽ നിന്ന് $243.5 ബില്യൺ ഉൾപ്പെടെ $2 ട്രില്യൺ ഇടപാടുകൾ നേടിയതായി ട്രംപ് അവകാശപ്പെട്ടു. ഗൾഫ് പങ്കാളികളെ ഇത് ഇരട്ടിയാക്കാനും അദ്ദേഹം പ്രേരിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിനായുള്ള തന്റെ നിർദ്ദിഷ്ട ഗോൾഡൻ ഡോം മിസൈൽ കവചം ഉൾപ്പെടെ US നിർമ്മാണ പ്രതിരോധ സംരംഭങ്ങൾക്ക് ഈ നിക്ഷേപങ്ങൾ നിർണായകമാണ് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. താൽക്കാലിക എയർഫോഴ്സ് 1 എന്ന നിലയിൽ ഖത്തർ 42 വർഷം പഴക്കമുള്ള ബോയിംഗ് 747-8 സമ്മാനിച്ചതിനെ കുറിച്ചുള്ള വിമർശനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. എനിക്ക് എന്തുകൊണ്ട് ആ സമ്മാനം സ്വീകരിച്ചുകൂടാ? ഞങ്ങൾ മറ്റെല്ലാവർക്കും നൽകുന്നു. $400 മില്യൺ വിമാനം ഒടുവിൽ ഭാവിയിലെ ഒരു പ്രസിഡൻഷ്യൽ ലൈബ്രറിയിൽ പ്രദർശിപ്പിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേഗത്തിലുള്ള നടപടിയില്ലെങ്കിൽ ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നയതന്ത്ര നിയന്ത്രണത്തിനപ്പുറം വ്യാപിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. റഷ്യ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട മുൻ പ്രസിഡന്റ് ബൈഡൻ യുദ്ധം കൈകാര്യം ചെയ്ത രീതിയെ ട്രംപ് വിമർശിക്കുകയും സമാധാനം സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പുടിൻ ഇതിൽ മടുത്തു. അദ്ദേഹം നല്ലവനല്ലെന്ന് തോന്നുന്നു. ഇത് ഒരു ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഗൗരവമേറിയ ചർച്ചകൾക്ക് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി.